ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് മഹോത്സവം. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് കാണാൻ സന്നിധാനത്തും ഈ പോയിന്റുകളിൽ വൻ ഭക്തജന തിരക്കെന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ കോർണറുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം 5:30 മണിയോടെ ശബരിമല സന്നിധാനത്തെത്തും. തീർത്ഥാടകർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് തന്ത്രി കണ്ഠരര് മകേഷ് മോഹനര്. സംശയം മകരവിളക്ക് ശബരിമലയിലെ പ്രാചീനമായൊരു ഉത്സവമാണ്. പ്രത്യേകമായിട്ടുള്ളൊരു അങ്കി ചാർത്തി ഭഗവാനെ ഈ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരു ഭാവത്തിലേക്ക് ഇത്രയും ദിവസങ്ങളിൽ ഭഗവാൻ ഇരിക്കുകയും അങ്ങനത്തെ ഒരു വളരെ വിശേഷപ്പെട്ട ഉത്സവം തന്നെയാണ് മകരവിളക്ക്. ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവം അതിവിപുലമായി കവർ ചെയ്ത് പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലേക്കും മൊബൈൽ ഫോണിലേക്കും മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കും എത്തിക്കാൻ അതിവിപുലമായ ഏർപ്പാടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മകരവിളക്ക് അതിൻ്റെ എല്ലാ സാധ്യതകളോടും മകരവിളക്കിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തത്സമയം എത്തിക്കാനുള്ള തിരക്കുകളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ശബരിമലയുടെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ്. എസ് ശ്രീകാന്ത്, അരുൺ പാറക്കൽ, MG പ്രതീഷ്, ശ്രീജിത്ത് ശ്രീകുമാരൻ, ടോബി ജോൺസൺ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശബരിമല സന്നിധാനത്ത് നിന്ന് ശ്രീകാന്ത് ചേരുന്നു നമുക്കൊപ്പം. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എനിക്കറിയാം ശബരിമലയിൽ അത്യാവശ്യം നല്ല തണുപ്പാണെന്ന്. പമ്പയിലേക്കാണ് MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. മകരവിളക്കിലുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പമ്പയിലും സന്നിധാനത്തും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ കൂടുതൽ തീർത്ഥാടകർ ഈ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. രാവിലെ 10:30 വരെ ആയിരിക്കും പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. ഈ കൂടുതൽ ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പമ്പയിലും ഒരുക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ വിലയിരുത്തലുകൾ, ക്രമീകരണങ്ങൾ, സൗകര്യങ്ങളടക്കം തന്നെ ദേവസ്വം ബോർഡും പോലീസും അടക്കം കൃത്യമായി വിലയിരുത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രധാനപ്പെട്ട പോയിന്റുകളിലടക്കം കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല പമ്പയിലും മകരജ്യോതി ദർശിക്കാനുള്ള പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ ഹിൽ ടോപ്പിലായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ അത് ഭക്തർക്ക് കാണാനുള്ള അവസരമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ തീർത്ഥാടകർ പമ്പയിൽ തങ്ങിയാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തിരക്ക് പരിഗണിച്ച് 2 ദിവസം വെർച്വൽ ക്യൂ പരമാവധി ചുരുക്കിക്കൊണ്ടുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 50,000 പേർക്ക് മാത്രമാണ് ഇന്ന് ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. നേരത്തെ തന്നെ മകരജ്യോതി ദർശനത്തിനായി കൂടുതൽ ആളുകൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോഴും സന്നിധാനത്ത് തന്നെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ദിവസങ്ങളായി തന്നെ പമ്പയിൽ തുടരുന്ന നിരവധി തീർത്ഥാടകരുമുണ്ട്. ഈ മകരജ്യോതി ദർശനത്തിന് ശേഷമായിരിക്കും അവർ മടങ്ങുക. നമുക്ക് ഈ പമ്പയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, മലയാളികളെക്കാൾ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരാണ്. ആഴ്ചകളായി പമ്പയിൽ തുടരുന്ന തീർത്ഥാടകരടക്കമുണ്ട്. എന്തായാലും ഈ തീർത്ഥാടകർ കൂടുതൽ എത്തിയാലും ഈ പമ്പയിലുള്ള തീർത്ഥാടകർക്കൊക്കെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തി എന്നതാണ് പ്രധാനമായും ദേവസ്വം ബോർഡും പോലീസും അറിയിക്കുന്നത്. അതേസമയം പമ്പയിൽ ഈ കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന മുറയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടണമെന്ന ഒരു അഭിപ്രായവും പ്രധാനമായും തീർത്ഥാടകർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മാലിന്യ ശുചീകരണത്തിലടക്കം പമ്പയിൽ വലിയ പോരായ്മകൾ ഉണ്ട് എന്നുള്ള വിമർശനങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരുപാട് നാളെ കാത്തിരുന്നതിന് ശേഷം ഈ മകരജ്യോതി ദർശനത്തിനായി ആളുകൾ ഇരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മകരജ്യോതി കാണാൻ. അതിനുശേഷമായിരിക്കും തീർത്ഥാടകർ മടങ്ങുക. മാത്രമല്ല ഈ തീർത്ഥാടകർ ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം കൂട്ടമായി എത്തുന്നത് തടയാനുള്ള ക്രമീകരണങ്ങളും എന്തായാലും ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. ഓക്കെ, നിലയ്ക്കലിൽ നമ്മുടെ പ്രതിനിധി നിലയ്ക്കലിലേക്കാണ് പോകുന്നത്. ഇനി ശ്രീജിത്ത് ശ്രീകുമാരൻ നിലയ്ക്കലിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, അബോധപൂർവമായ തിരക്കാണ് നിലയ്ക്കലും അനുഭവപ്പെടുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലയ്ക്കലിൽ നിന്നുള്ള വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് SKN. എന്തായാലും വലിയ തോതിലുള്ളൊരു തിരക്ക് ഇപ്പോൾ നിലയ്ക്കലിൽ ഇല്ല എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സാധാരണ എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഇന്ന് പക്ഷേ നിലയ്ക്കലിൽ അത്ര കാര്യമായൊരു തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോൾ വലിയ തിരക്കായിരുന്നു. അതിനർത്ഥം ഇവിടുന്ന് മുഴുവൻ സ്വാമിമാരും അങ്ങോട്ട് മാറിക്കഴിഞ്ഞു. അതായത് പൂർണ്ണമായി സന്നിധാനത്തേക്കും അല്ലെങ്കിൽ പമ്പയിലേക്കും മാറിക്കഴിഞ്ഞു എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ബസ്സുകളിൽ നിന്ന് തന്നെ കാണാം. ബസ്സുകളിലൊക്കെ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് പമ്പയിലേക്ക് പോകുന്നത്. പിന്നീട്
ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ ആളുകൾ മാത്രമാണ്, അതും വളരെ കുറവാണ്. അതിനർത്ഥം പല മേഖലയിലും ഈ മകരവിളക്ക് കാണാനായി ആളുകൾ തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും നിലയ്ക്കലിൽ കാര്യമായ തിരക്കില്ലെങ്കിൽ കൂടി പോലീസിൻ്റെ ഒരു കർശനമായ സുരക്ഷ എല്ലാ മേഖലയിലും ഉണ്ട്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘം ഈ മേഖലയിലൊക്കെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആളുകളോട് അപകടകരമായ രീതിയിൽ ഒരു കാരണവശാലും ഈ ഹിൽ ടോപ്പിൽ ഇവിടുത്തെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നും തന്നെ കൂട്ടം കൂടി നിൽക്കരുത് എന്ന കർശനമായ നിർദ്ദേശം മൈക്കിളിലൂടെ അടക്കം പോലീസ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുമെന്ന് പോലീസിന് വ്യക്തമായ ധാരണയുണ്ട്. അതിനനുസരിച്ച് കർശനമായ നിയന്ത്രണങ്ങളോടുകൂടിയുള്ള ഒരു ഇടപെടൽ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ശബരിമല സന്നിധാനത്ത് നേരെ സൂചിപ്പിച്ച പോലെ 50,000 പേർക്ക് ഈ മകരജ്യോതി ദർശിക്കാൻ അവിടെ സൗകര്യമൊരുക്കുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ പമ്പയിലെത്തും. പമ്പയിൽ ഹിൽ ടോപ്പിലും അതിനുവേണ്ട സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ നിലയ്ക്കലിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. സ്വാഭാവികമായുള്ള ഒരു ചെറിയ തിരക്ക് മാത്രമാണ്. അതിനർത്ഥം ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ആളുകൾ ഇങ്ങോട്ട് വന്ന് പമ്പയിലേക്കോ അല്ലെങ്കിൽ സന്നിധാനത്തോ തമ്പടിച്ചിരിക്കുകയാണ്. അവർ അത് കണ്ട് ഇതിനുശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ. ഒരു കാര്യം കൂടി, ഇത് കഴിഞ്ഞ് ഈ മകരവിളക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരിക്കും നിലയ്ക്കലിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുക എന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ നിലയ്ക്കൽ ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ. ഇനി എരുമേലിയിലേക്കാണ് പോകുന്നത്. എരുമേലിയിൽ നിന്ന് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. എരുമേലിയിൽ എന്താണ് അവസ്ഥ? അവിടെയും തിരക്കൊഴിഞ്ഞിട്ടുണ്ടോ? കാര്യം ആൾക്കാർ എനിക്ക് തോന്നുന്നത് മല കയറി കാണും, 18-ാം പടി ചവിട്ടാനുള്ള തിരക്കിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? ഗുഡ് മോർണിംഗ് SK. അത് തന്നെയാണ്. അതായത് മകരജ്യോതി കാണുന്നതിന് വേണ്ടി, മകരവിളക്ക് കാണുന്നതിന് വേണ്ടി ഭക്തരെല്ലാം തന്നെ ശബരിമലയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എരുമേലിയിലും തിരക്ക് കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പേട്ടതുള്ളാൻ വേണ്ടി ഇവിടെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് എത്തിയിരുന്നത്. എന്തായാലും അവരിൽ ഭൂരിഭാഗം ആളുകളും ഇന്നലെയൊക്കെ വന്നവർ ഇവിടെ രാത്രിയിൽ വിരിവെച്ചതിന് ശേഷം പുലർച്ചെ തന്നെ ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. കാരണം ചില നിയന്ത്രണങ്ങളുണ്ട്. അതായത് നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ കയറ്റിവിടുന്നത് വളരെ കുറവാണ്. 7 മണിക്ക് ശേഷം ഉണ്ടാകില്ല. അത് രാത്രി 6 മണിക്ക് ശേഷമേ പിന്നെ പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ബസ്സിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അയ്യപ്പ ഭക്തർ KSRTC ബസ്സിൽ തന്നെ അവിടെ എത്തി. അവിടെ നിന്ന് KSRTC ബസ്സിൽ നിലയ്ക്കലിലേക്ക്, ശബരിമലയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ചുപേർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സമി, എപ്പോഴാണ് ശബരിമലയ്ക്ക് പോകുന്നത്? Okay, we coming from Malaysia. We coming from for the Magaravilakku. So I think we going to late of the 12 o'clock. We go to Sabarimala. It's very good, very good. But we this year I see many people also. But the Kerala government is doing is very, very good. It's എന്തായാലും മകരവിളക്ക് കാണാൻ വേണ്ടി എത്തിയവരാണ്. തമിഴ്നാട് സ്വദേശികളാണ്. അവർ മലേഷ്യയിൽ ജോലി ചെയ്യുന്നവരാണെന്നാണ് പറയുന്നത്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. അവരെത്തുന്നവർ ഭൂരിഭാഗം പേരും പേട്ടതുള്ളി, എരുമേലിയിലെത്തി പേട്ടതുള്ളി അവിടെ നിന്നും ശബരിമലയിലേക്ക് പോകുന്നു. എന്തായാലും അവസാന നിമിഷങ്ങളാണ് ശബരിമലയിൽ എത്തിപ്പെടുക, മകരജ്യോതി കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് അയ്യപ്പ ഭക്തരുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് എരുമേലിയിൽ നിന്നും ഈ നിലയ്ക്കൽ വഴി അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന മകരജ്യോതി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള നീക്കത്തിലാണ് അയ്യപ്പ ഭക്തർ ഉള്ളത്. SKN. താങ്ക് യു ടോബി ജോൺസൺ. എരുമേലിയിൽ നിന്നാണ് ടോബി നമുക്കൊപ്പം ചേർന്നത്. ഇനി ശബരിമല സന്നിധാനത്തേക്ക് നിങ്ങൾക്കറിയുന്ന പോലെ ശബരിമലയിൽ ദീപാരാധനയ്ക്ക് നട തുറന്നു കഴിയുമ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ സ്വാമി ശരണയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു നിമിഷം ഇന്ന് വൈകുന്നേരം ഉണ്ടാകും. ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് സന്നിധാനത്തെന്ന് മനസ്സിലാക്കുന്നു. 18-ാം പടി ചവിട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഭക്തജനങ്ങളുടെ ശബരിമലയായി ഇന്ന് മാറിയിരിക്കുന്നു. വിവരങ്ങൾ SKN. സ്വാമി ശരണം. ഈ സന്നിധാനത്ത് വലിയ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം മകരവിളക്കാണ്, മകരവിളക്ക് മഹോത്സവമാണ്. ഈ മണ്ഡലകാലത്തെ വ്രതശുദ്ധിയുടെ കാത്തിരിപ്പാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി. ഇന്ന് രാവിലെ 2:46 മകരസംക്രമ പൂജ ശബരിമല സന്നിധാനത്ത് നടന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അത് വൈകുന്നേരം തിരുവാഭരണം, പൊന്നമ്പലവാസന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും അതോടൊപ്പം പൊന്നമ്പലമേട്ടിൽ ഈ മകരജ്യോതി ദർശനവുമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഭക്തജന സഹസ്രങ്ങൾ. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ സന്നിധാനത്ത് തന്നെ ഭക്തജനങ്ങൾ ഉണ്ടാകും ഈ ജ്യോതി ദർശനത്തിന് എന്ന് കണക്കാക്കപ്പെടുന്നു.
10 വ്യൂ പോയിന്റുകൾ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഇവിടെ നിന്നും സുഗമമായി ജ്യോതി ദർശനം കാണാൻ, ഈ മകരജ്യോതി ദർശനം കാണുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ പർണശാലകളാണ് പൂർണ്ണമായും ഈ സന്നിധാനം ഒന്നാകെ ഒരു യാഗശാലയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. പർണശാലകൾ കെട്ടി ഭക്തജനങ്ങൾ 3 ദിവസമായി കാത്തിരിക്കുകയാണ് ആ സുദിനത്തിന് വേണ്ടി, ആ ഒരു നിമിഷത്തിന് വേണ്ടി. കേവലം 4-5 സെക്കൻഡുകൾ മാത്രമാണ് ആ മകരജ്യോതി ദർശനം ഉണ്ടാകുന്നത്. പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയാണത്. സർവാഭരണ വിഭൂഷിതനായ പൊന്നമ്പലവാസനെ കാണാനുള്ള ഒരു അവസരമാണ് പിന്നീടുണ്ടാകുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അരുൺ പാറയ്ക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുണ്, എങ്ങനെയാണ് ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ നിലവിൽ ഒരുക്കിയിട്ടുള്ളത്? ശ്രീകഥ 2500 പോലീസുകാരെയാണ് ഈ സന്നിധാനത്ത് നിയോഗിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ 2500 പോലീസുകാർക്ക് പുറമെ 250 ഉദ്യോഗസ്ഥരെ കൂടി, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി സന്നിധാനത്ത് മാത്രം നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പമ്പ മുതൽ പാണ്ടിത്താവളം, പമ്പ, നിലയ്ക്കൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ തീർത്ഥാടകർ ഒരുപാട് വരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പുല്ലുമേട് പോലുള്ള സ്ഥലങ്ങളിൽ 1000-ലധികം അധികമായി പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് 10 വ്യൂ പോയിന്റുകളാണ് ഈ സ്ഥലത്ത്, അതായത് ഈ സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ള. പാണ്ടിത്താവളം ഉൾപ്പെടെ 10 വ്യൂ പോയിന്റുകളാണ്. പർണശാലയിൽ കെട്ടി 4 ദിവസം മുൻപ് തന്നെ തീർത്ഥാടകർ ഇവിടെ തമ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 10,000-കണക്കിന് ആളുകൾ, ഈ ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് പോലെ 2 ലക്ഷത്തോളം ആളുകൾ, 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം ആളുകൾ തീർത്ഥാടകർ ഇവിടെ വരുമെന്നാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. അതിനനുസരിച്ച് പർണശാലകളിൽ തീർത്ഥാടകർ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കണക്ക് പ്രകാരം അത്രത്തോളം സുരക്ഷ ഇവിടെ ആവശ്യമാണ്. ആ സുരക്ഷയാണ് ഇപ്പോൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രീകാന്ത്. ഇനി ഈ തിരുവാഭരണ ഘോഷയാത്ര വരുന്ന സമയം കൂടിയാണ്. വൈകിട്ട് 6 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും. ഈ ലാഹ സത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലെത്തും. അവിടെ ആരതി ഒഴിഞ്ഞ് കർപ്പൂര ആഴി തീർത്ത് ആരതി ഒഴിഞ്ഞ് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ചു കൊണ്ടുവരും. ഇവിടെ ഈ കൊടിമര ചുവട്ടിലാണ് ഈ തിരുവാഭരണം സ്വീകരിച്ച് സോപാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇനി ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. SKN തത്സമയ റിപ്പോർട്ടുകൾ ഓരോ നിമിഷങ്ങളും 24-ൽ കാണാം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. അരുൺ പാറയ്ക്കൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അതിവിപുലമായ സൗകര്യങ്ങളും സാങ്കേതിക പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മകര സംക്രമോത്സവം, മകരജ്യോതി തൊഴുന്നതുമായി ബന്ധപ്പെട്ടതും അതുപോലെ മകരസംക്രമ ദിനത്തിൽ സംഭവിക്കുന്ന ശബരിമല എല്ലാ കാര്യങ്ങളും അതിൻ്റെ അതേ ശക്തിയിലും ഭക്തിയിലും പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവിധമായ ഒരുക്കങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ വിവിധ പ്രതിനിധികൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, നിലയ്ക്കലിലും അതുപോലെ തന്നെ ഇരുമേലിയിലും പമ്പയിലും സന്നിധാനത്തുമൊക്കെ നമ്മുടെ പ്രതിനിധികൾ നിൽപ്പുണ്ട്. അവർ ഈ മകരജ്യോതി തൊഴുത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ മടങ്ങുന്നത് വരെ അവിടെ തുടരും. അപ്പോൾ എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഉറപ്പുവരുത്തും. മകരജ്യോതി തെളിയുന്നതിന് വിവരണങ്ങളും തത്സമയം 24-ൽ ഉണ്ടാകും. നമുക്കൊപ്പം തന്നെ തുടരുക.